എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും എങ്ങനെ മനോഹരമാക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ സന്തോഷവും സംതൃപ്തിയും ഒന്നും കണ്ടെത്താൻ പറ്റാറില്ല. അത് ആസ്വദിക്കുവാനും ആഘോഷിക്കുവാനും നമുക്ക് കഴിയാറില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അത് സാധിക്കാത്തതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ 7 കാര്യങ്ങളെയും നന്നായിട്ട് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ ദാമ്പത്യ ജീവിതത്തെയും വളരെ മനോഹരമാക്കാനും അത് നന്നായിട്ട് ആസ്വദിക്കുവാനും നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നതാണെങ്കിലും നമുക്കൊരു കാര്യം അറിയാം എന്ന് കരുതി അത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ കഴിയണമെന്നില്ല. നമുക്കറിയുന്ന കാര്യത്തെ എപ്പോഴാണോ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്നത്, എപ്പോഴാണോ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അപ്പോഴാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയുള്ളൂ. ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്ന ഒരു കാര്യത്തെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുക എന്ന ഒരു എളിയ ശ്രമമാണ് ഈ ഒരു വീഡിയോ. ഏതായാലും വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. അതായത് നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ ദാമ്പത്യ ജീവിതവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അത് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ, ആഘോഷിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒന്നാമത്തെ കാര്യം, വ്യത്യസ്തതകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശീലിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തതകളെ അംഗീകരിക്കുവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്തതകളെ അംഗീകരിക്കണമെന്ന് പറയുന്നത്? ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് എന്നതുകൊണ്ട് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിത പങ്കാളിയെ കിട്ടണമെന്നാണ്. നമ്മുടെ അതേ മാനസികാവസ്ഥയിലുള്ള ഒരാളെ കിട്ടണമെന്നാണ്. എന്നാൽ അങ്ങനെ ഒരാളില്ല എന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ തിയറി തന്നെ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെയോ നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ കൂടെ നിൽക്കുന്ന ഒരാളെ നമുക്കൊരിക്കലും ലഭ്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എല്ലാ മനുഷ്യനും എല്ലാ തരത്തിലും വ്യത്യസ്തരാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ചിന്തകൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും കാഴ്ചപ്പാടുകൾ കൊണ്ടും വ്യത്യസ്തമാണ്. അവർ ജനിച്ച വീടും നാടും കുടുംബവും വ്യത്യസ്തമാണ്. അവർ പഠിച്ച സ്കൂളും അവർ കണ്ടുമുട്ടിയ ആളുകളും അവർ ഇടപെട്ട ആളുകളും, ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ സാഹചര്യവും, ഇതൊക്കെ വ്യത്യസ്തമാണ്. അതായത് ഒരാൾ നടന്നു വന്ന വഴികളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും തിരിച്ചറിവുകളും ഒക്കെ ആയിരിക്കും അയാളുടെ വ്യക്തിത്വത്തെ, അയാളുടെ കാഴ്ചപ്പാടുകളെ, നിലപാടുകളെ, ചിന്തകളെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യനും വന്ന വഴികൾ വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യനും വ്യത്യസ്തരായിരിക്കും. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ജീവിതത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇപ്പോൾ വിവാഹം കഴിച്ച ആളുകളും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്, എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ ഒരാൾ, അത് എന്നിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതകൾ നിലനിൽക്കുന്ന വ്യക്തിയാണ്. ആ വ്യത്യസ്തതയെ ഞാൻ എപ്പോഴാണോ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, ഉൾക്കൊള്ളാൻ തുടങ്ങുന്നത്, അംഗീകരിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ മാത്രമേ എൻ്റെ ദാമ്പത്യ ജീവിതം, എൻ്റെ കുടുംബജീവിതം എനിക്ക് ആസ്വദിക്കുവാനും ആഘോഷിക്കുവാനും കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിലപ്പുറം നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് നമ്മുടെ പങ്കാളി മാറരുത്, അങ്ങനെ മാറാനുള്ളതല്ല അവരുടെ ജീവിതം എന്ന ബോധം നമുക്കുണ്ടാവുക. അങ്ങനെയുള്ള കാഴ്ചപ്പാട് രണ്ടുപേർക്കും ഉണ്ടാവുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം കുറെ കൂടി മനോഹരമായിട്ട് മുന്നോട്ട് പോകും. അത് നന്നായിട്ട് ആസ്വദിക്കുവാനും പറ്റുമെന്നത് യാതൊരുവിധ തർക്കങ്ങളുമില്ല. ഇനി രണ്ടാമത് പറയാനുള്ള പോയിന്റ്, ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പലപ്പോഴും ചെറിയ കാരണങ്ങളുടെ പേരിലാണ് നമ്മൾ പ്രശ്നങ്ങൾ തുടങ്ങുക, വഴക്കുകൾ തുടങ്ങുക. അത് പിന്നീട് പടർന്ന് പന്തലിച്ച് വലിയ വിഷയങ്ങളായിട്ട് മാറുന്നു അല്ലേ? ഈ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ വഴക്കുകളായി മാറ്റിക്കഴിഞ്ഞാൽ അത് ആറ്റം ബോംബ് പോലെയാണ്. വിഘടിച്ച് ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങൾ തകരുന്നതിന് പോലും കാരണമാകുന്ന കാര്യങ്ങളായിട്ട് മാറും. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ വീട്ടിൽ ആരുടെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ പോലും പ്രശ്നങ്ങളാണ് അല്ലേ? പിന്നെ നമ്മളതിനെ കുറ്റപ്പെടുത്തും, ശ്രദ്ധയില്ലായ്മയാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങും. അത് പിന്നെ വലിയ വഴക്കുകളിലേക്ക് മാറും.
ഫോൺ വിളിച്ചാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളെയൊക്കെ നമ്മൾ വഴക്കുകളിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ, കുടുംബ ബന്ധത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെയൊക്കെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ വഴക്കിടാതിരിക്കുക. എല്ലാവരും മനുഷ്യരാണ്, അവർക്കൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കും. ആ തെറ്റുകളെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അത് രസകരമായിട്ട് എടുക്കുവാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പരസ്പരം വഴക്കൊക്കെ പറയാം. ഇപ്പം ഞാൻ അറിഞ്ഞു പറയാതെയോ എൻ്റെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചു, വലിയൊരു തെറ്റാണ്. ആ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ അടുത്ത് നിന്ന് വഴക്ക് കേൾക്കാനുള്ള ബാധ്യത, അർഹത എനിക്കുണ്ട്. ഞാനത് കേട്ടുകൊള്ളുക എന്നുള്ളത് തന്നെയാണ്. അത് പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് അങ്ങോട്ടും പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലപ്പുറം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വഴക്കിടാതിരിക്കുക. അങ്ങനെ വഴക്കിടാതിരുന്നു കഴിഞ്ഞാൽ തന്നെ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാവും. ഇനി മൂന്നാമത് പറയാനുള്ളത് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സംസാരങ്ങളൊക്കെ കുറഞ്ഞു. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് ജീവിതം മാറിയപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ഈ ദാമ്പത്യ ജീവിതത്തിലൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കുറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു വീട്ടിൽ ചിലപ്പോൾ ഇന്നത്തെ പുതിയ കാലത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം, ഈ ഫോണൊക്കെ വന്നതോടുകൂടിയാണ് പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷനൊക്കെ കുറഞ്ഞെന്ന് തോന്നിയിട്ടുണ്ട്, അല്ലേ? വീട്ടിൽ ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടാവും, ഭർത്താവ് വേറെ എന്തെങ്കിലും ഫോൺ നോക്കിയിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികളും ഫോണൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും മൂലയിലിരിക്കുന്നുണ്ടാവും. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അത് പാടില്ല. ഒരുപാട് സംസാരിക്കാനാണ്. വർത്തമാനം പറയുക എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഈ ബെഡ്റൂം എന്നൊക്കെ പറയുന്നത് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രമുള്ളതല്ല. അവിടെ നമുക്ക് മാനസികമായും ശാരീരികമായിട്ടും വലിയ അറ്റാച്ച്മെൻറ്റുകൾ രൂപപ്പെടുത്തേണ്ട ഇടങ്ങളാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഉറങ്ങുന്നതിന് മുമ്പൊക്കെ കുറച്ച് സമയം സംസാരിച്ച് സ്നേഹത്തോടെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റണം. അങ്ങനെ ഒരുപാട് സംസാരിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് സമയം ഇരുന്ന് നമ്മൾ സംസാരിക്കുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും, അല്ലേ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, മക്കളുടെ കാര്യത്തെക്കുറിച്ച്, നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച്, അങ്ങനെ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. മനസ്സ് തുറന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യം കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, അല്ലേ? ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിത പങ്കാളി നമുക്കൊന്ന് ഒരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷേ അത് എങ്ങനെ എടുക്കും എന്നറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം പറയാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട്. അത് പാടില്ല. മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്തും തുറന്നു പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുകയും വേണം, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം. അപ്പോഴാണ് ദാമ്പത്യ ജീവിതം കുറേ കൂടി അർത്ഥപൂർണമാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ സ്വകാര്യതകളൊന്നും സൂക്ഷിക്കേണ്ടതില്ല. സ്വകാര്യതകളൊന്നും സൂക്ഷിക്കാതെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ മനസ്സെന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകമായിട്ട് മാറ്റാൻ കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം സുന്ദരമാകും എന്ന് മാത്രമല്ല, അത് കുറേ കൂടി ആഘോഷിക്കപ്പെടുമെന്ന് തിരിച്ചറിയുക. പക്ഷേ കുറച്ചുകൂടി ഉയർന്ന മാനസിക നിലവാരം നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അതിലപ്പുറം നമ്മളെല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അംഗീകരിക്കാൻ ശ്രമിക്കുക, അവർക്ക് തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കും സ്വാതന്ത്ര്യം കിട്ടേണ്ടതുണ്ട്. അങ്ങനെ ആ രീതിയിൽ രണ്ടുപേരും മാനസികമായിട്ടുള്ള ആ ഉയർന്ന നിലവാരത്തിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ജീവിതം കുറേ കൂടി മനോഹരമാകും. ഇനി പറയാനുള്ള നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളെല്ലായ്പ്പോഴും പ്രണയം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാവുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രണയമൊക്കെ കല്യാണം കഴിയുന്നത് വരെയോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് ആദ്യ നാളുകളിലോ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവാറാണ് പതിവ്. കല്യാണത്തിന് മുമ്പുള്ള പ്രണയങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടാവും, ആസ്വദിക്കപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിന് മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ടാവും. ചില ആളുകൾ അറേഞ്ച്ഡ് വിവാഹമാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിലൊക്കെ നല്ല പ്രണയം ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ പ്രണയമൊക്കെ മെല്ലെ മെല്ലെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ, മക്കൾ ഇതൊക്കെ കടന്നു വരുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള പ്രണയം എപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ പ്രണയം നഷ്ടപ്പെടുകയല്ല അവിടെ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പ്രണയം ഒരിക്കലും അതൊരു വികാരമാണ്, അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. മറിച്ച് സംഭവിക്കുന്ന എന്താണ്? മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ അത് വല്ലാണ്ടങ്ങ് ഒതുങ്ങിപ്പോകുന്നു. പുറത്തേക്ക് വരാൻ അതിന് കഴിയാത്ത വിധം ജീവിതത്തിൻ്റെ ഏതൊക്കെയോ സാഹചര്യങ്ങൾ അതിനെ പിടിച്ച് എവിടെയോ ഒതുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പാടില്ല. ജീവിതത്തിൽ എല്ലായ്പ്പോഴും സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ പ്രണയം എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, ഒരു പക്ഷേ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ പുറമെ കാണുന്ന സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടുമെന്നുള്ളതും വസ്തുതയാണ്, അല്ലേ? സ്ത്രീകളെ സംബന്ധിച്ച്
മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒന്ന് മാറും അല്ലേ? ആ ഫിറ്റ്നസ്സും സ്ട്രക്ചറും ആ ബോഡി സ്ട്രക്ചറും ഒക്കെ തീർച്ചയായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമാകും. അതുപോലെ തന്നെ പുരുഷന്മാരും മുടിയൊക്കെ നരക്കുന്നുണ്ടാവും, ആ മുഖത്തെ ആ പ്രസരിപ്പൊക്കെ നഷ്ടപ്പെടും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും സംഭവിക്കുമ്പോഴും പല ആളുകളെ സംബന്ധിച്ചും ഈ പ്രണയം അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് പ്രണയം തോന്നുന്ന മനോഭാവം നഷ്ടപ്പെടാറുണ്ട്. അത് പാടില്ല. പ്രണയം ശാരീരികമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ പിൻബലത്തിലല്ല, അതിനെയല്ല പ്രതിനിധാനം ചെയ്യുന്നത്. മാനസികമായിട്ടുള്ള സൗന്ദര്യമാണ് യഥാർത്ഥ പ്രണയത്തിൻ്റെ അടിത്തറ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ മനസ്സുകൊണ്ടാണ് നമ്മൾ പ്രണയിക്കേണ്ടത്. അപ്പോഴാണ് എല്ലായ്പ്പോഴും നമുക്ക് പ്രണയം സൂക്ഷിക്കാനാവുക എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് എല്ലായ്പ്പോഴും പ്രണയം സൂക്ഷിക്കുക. പ്രണയം സൂക്ഷിക്കുമ്പോഴാണ് നമ്മളെപ്പോഴും യുവത്വത്തിലാണെന്നൊരു തോന്നൽ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്നത്. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഇനി നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് വരാം. അതായത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുടുംബത്തോടൊപ്പം നമുക്ക് പുറത്തു പോകാനാകണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടൊപ്പം നമുക്ക് പുറത്തു പോകാനാവണമെന്നാണ്. അതായത് മാസത്തിൽ ഒരു ദിവസം എന്നുള്ളത് ഒരു കണക്ക് മാത്രമാണ്. അതിൽ കൂടുതൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് പോകാം. പക്ഷേ മാസത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് പോകാനാവണം. അതായത് നമുക്ക് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുക. ബീച്ചിലോ പാർക്കിലോ എവിടെ വേണമെങ്കിലും പോകാം. അവിടേക്ക് പോയിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആകുമ്പോൾ, മക്കളുണ്ടെങ്കിൽ മക്കളെയും കൂട്ടാം. അത് കുറേ കൂടി സുന്ദരമാകുന്നുണ്ട് ജീവിതം. ഇനി നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകണോ, സിനിമയ്ക്ക് പോകാം. അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും യാത്ര പോകണോ, ഒരു വൺ ഡേ ട്രിപ്പ് പോകണോ, അങ്ങനെ പോകാം. അങ്ങനെയൊക്കെ പോയി ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം നല്ലൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ കറങ്ങി കുറേ കൂടി മനസ്സ് തുറന്ന് പുറത്തൊക്കെ പോയിട്ട് സംസാരിച്ച് കുറേ ആളുകളെയൊക്കെ കണ്ടുമുട്ടുമ്പോഴൊക്കെ നമ്മുടെ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തെയും ദാമ്പത്യ ജീവിതത്തെയും കുറേ കൂടി മനോഹരമാക്കുന്നുണ്ട് എന്ന് മറന്നു പോകണ്ട. ഇനി പറയാനുള്ള ആറാമത്തെ കാര്യം പരസ്പരം സഹായിക്കുവാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് അതിഥികളൊക്കെ വന്നു അല്ലേ, നമ്മുടെ കുടുംബ വീട്ടിൽ നിന്നാവാം, സുഹൃത്തുക്കളാവാം, ഒക്കെ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം അവരൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ വീടൊക്കെ ആകെ അലമ്പായിട്ടുണ്ടാവും. അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കളിപ്പാട്ടങ്ങളൊക്കെ ചതുര കിടക്കുന്നുണ്ടാവും. ബെഡ്റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവും, ആകെ മുഷിഞ്ഞ അവിടെ ഇവിടെയൊക്കെ ചുളിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇവരൊക്കെ വന്ന് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ. ഈ സമയത്ത് പലപ്പോഴും ഭർത്താവ് അവരിറങ്ങിപ്പോയതിൻ്റെ പിന്നാലെ തന്നെ കടയിലേക്കോ അല്ലെങ്കിൽ പുറത്തോ ഇറങ്ങിപ്പോകുന്ന പതിവ് പലപ്പോഴും കാണാറുണ്ട്. സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ആയിരിക്കാം, അതൊക്കെ പോകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഇപ്പോൾ ബാക്കിയുള്ള ഉത്തരവാദിത്തമൊക്കെ ഭാര്യയൊക്കെ ആയിരിക്കും അല്ലേ. ഈ പണികളൊക്കെ ചെയ്ത് പൂർത്തിയാക്കണം, വീടൊക്കെ വൃത്തിയാക്കണം. അത് പാടില്ല. പരസ്പരം സഹായിക്കാനുള്ള മനസ്സ് കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മളത് ചെയ്യേണ്ടതുണ്ട്. ഒപ്പം മക്കളുണ്ടെങ്കിൽ മക്കളെയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നിച്ച് പാത്രങ്ങളൊക്കെ കഴുകുക. അല്ലെങ്കിൽ ഒരാൾ പാത്രങ്ങൾ കഴുകുമ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുക. കളിപ്പാട്ടങ്ങളൊക്കെ വാരി വലിച്ചിട്ടുണ്ടാവും, അത് മക്കളോട് പറഞ്ഞ് അതൊക്കെ റെഡിയാക്കുക. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വീണ്ടും വൃത്തിയാക്കി വെക്കുക. വീടൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെ കൂടി ആ വീട് ഒരു യഥാർത്ഥ വീടായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകണം. പരസ്പരം സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒപ്പം കൂടുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെയാണ് ഭർത്താവ് പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ചെടികളൊക്കെ നോക്കി ചെടികളൊക്കെ നടന്നുണ്ടാവും. ആ സമയത്ത് മറ്റുള്ളവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, സഹായിക്കാം അല്ലേ. കുറേ പണിയൊക്കെ എടുക്കുമ്പോൾ, എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ക്ഷീണം ഉണ്ടാവും, അവർക്ക് നല്ല ചായയോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. മാനസികമായിട്ടുള്ള ഇടപെടലുകൾ കണ്ടറിഞ്ഞ് നമ്മൾ ഇടപെടാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവണം. അത് കുറേ കൂടി ജീവിതത്തെ മനോഹരമാക്കും. നേരത്തെ പറഞ്ഞതുപോലെ വീട് ഒരു സ്വർഗമാകുന്നത് അങ്ങനെയുള്ള നിമിഷങ്ങളിലൂടെയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇനി പറയാനുള്ള ഏഴാമത്തെ കാര്യം, അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായിട്ട് വാശി പിടിക്കരുത് അല്ലേ. പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നൊക്കെ. അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ളവരായിട്ട് മാറരുത്. അത് നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയൊക്കെ ഭംഗി ഇല്ലാതാക്കി കളയുന്ന ഒന്നാണ്. വാശി പിടിക്കലിനപ്പുറം കുറേയൊക്കെ ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കൽ കൂടിയാണ്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ കുറച്ചൊക്കെ മാറ്റിപ്പിടിച്ചാൽ അങ്ങ് ആകാശം ഇടിഞ്ഞ് വീഴുമൊന്നുമില്ല. അത് മറ്റുള്ളവർ നമ്മളെ കുറെ കൂടി സ്നേഹിക്കുന്നതിനും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നതിനും കാരണമായി മാറുകയാണ് ചെയ്യുക. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ വിട്ടുകൊടുക്കുന്നത്. ആ ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അധികം വാശി പിടിക്കാതെ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും വാശി പിടിക്കാതെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോടൊപ്പം കൂട്ടുനിൽക്കുന്ന ഒരാളായിട്ട് നമ്മളൊക്കെ മാറുക. ആ സമയത്തും ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും കുറെ കൂടി സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞതായിട്ട് മാറുന്നുണ്ട് എന്ന് മറന്നു പോകണ്ട. ഇനി നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വലിയ അർത്ഥമുള്ള ഒരിടമാണ്. അതായത് ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം നടക്കുന്ന ഒരാളാണത്. നമ്മുടെ ഏത് പ്രതിസന്ധിയിലും തളർച്ചകളിലും വീഴ്ചകളിലും നമുക്ക് കൂട്ടിരിക്കുന്ന ഒരാൾ.
ആ വ്യക്തിക്ക് നമ്മൾ മനസ്സിൽ കൊടുക്കേണ്ട ഇടം ചെറുതായിരിക്കരുത്, അത് വളരെ മഹത്തരമായിരിക്കണം. അവരുടെ ചിന്തകളും കാഴ്ചപ്പാടും നിലപാടുകളും ഒക്കെ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കാം. എല്ലാ തരത്തിലും നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിന് ഒത്തിണങ്ങിയ ഒരാളാണ് എന്ന തോന്നലും ഒരുപക്ഷെ നമുക്കുണ്ടായില്ലെന്ന് വരാം. പക്ഷേ അതിനേക്കാൾ അപ്പുറം മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരാളാക്കിയിട്ട് അവരെ മാറ്റിയെടുക്കുന്നതിലാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും വിജയം. മനസ്സുകൊണ്ട് സ്നേഹിക്കുക, മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കുക, മനസ്സുകൊണ്ട് പ്രണയിക്കുക. എല്ലാവർക്കും നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാവട്ടെ, നല്ല ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ തൊട്ട് നന്ദി.